നല്ലൊരു ലെവലില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി. അസൂയക്കാർ പലതും പറയും, അതൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനെ പലതും കേൾക്കിപ്പം സിനിമ സീരിയൽ നടിമാരെ പറ്റി പലതും പറയുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ലോകം എന്താണ് പറയുന്നത്, സത്യം എന്താണെന്ന് അനുഭവിക്കുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അതെ, സത്യം എന്താണെന്ന് അനുഭവിക്കുന്ന അവർക്ക് മാത്രമേ അറിയൂ. അസൂയക്കാര് പലതും പറയും. നമുക്ക് ഈ അസൂയക്കാര് പറയുന്ന പലതും ഒന്ന് കേട്ടു നോക്കിയാലോ. അതോടൊപ്പം തന്നെ അസൂയക്കാര് പറയുന്ന പലതിലെയും സത്യം എന്താണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ്. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം, എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഈ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ഇഷ്ടമല്ല, എനിക്കറിയാം, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇവരെക്കുറിച്ച് പറയാനായിട്ട് പ്രധാനമായി രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാട്ടുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞ് രണ്ട് പറയാൻ തോന്നും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇവരെ ഇഷ്ടമല്ല, പക്ഷേ ഇവരെക്കുറിച്ച് വീഡിയോ ഇടുമ്പോഴത്തേനും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെക്കുറിച്ച് കാണാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ പിന്നിലെ രണ്ട് കാരണങ്ങൾ. അപ്പോൾ ഈ വിഷയം താല്പര്യമില്ലാത്തൊരു ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേരെ നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്തു. ഈ വിഷയം താല്പര്യമുള്ളവർ മുന്നോട്ട് തുടർന്ന് കാണുക. അപ്പോൾ കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുതി എന്ത് ചെയ്താലും വളരെ ചർച്ചയാവുമല്ലോ. ഇപ്പോഴും രേണുസുതി എന്ന് പറഞ്ഞിട്ട് ഈ സുധീനെ തന്നെയാണ് ഇപ്പോഴും പുള്ളിക്കാരി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ വീഡിയോ കേട്ടിട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. സത്യം പറഞ്ഞാൽ 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കുടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യുമെന്ന്. ബാഗ്, ബുക്ക്, കുട അറിയില്ലേ? ബാഗ് എന്ന് പറഞ്ഞാൽ ഈ തോളത്ത് തൂക്കുന്ന സാധനം. ബുക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് ബുക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത് പല സൈസിലുണ്ട്. ഇതാണ് ബുക്ക്. പിന്നെ ബാഗ്, ബുക്ക്, കുട എന്ന് പറയുമ്പോഴത്തേന് ഈ മഴയൊക്കെ നനയാതിരിക്കുക ഇങ്ങനെ നൂർത്ത് പിടിക്കുന്ന ഒരു സാധനമാണ് ഈ കുട. ഒന്നും അറിയില്ലായിരുന്നില്ലേ? പാവം, അതുപോലും അറിയാത്ത നിഷ്കളങ്കയായ കുട്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വിച്ച് കിച്ചുവിന്റെ വലിയ കുട്ടിയല്ല, അവന് ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിൽ തന്നെ. ഇതപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു, എന്ത് ചെയ്യുമെന്ന്. അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും 2 കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ, ചേച്ചിയുടെ മക്കളുണ്ട്, അവർക്കെല്ലാം മേടിക്കാം. ഞാൻ ആകെ ടെൻഷനായിരുന്നു. അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ RCA ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചയിൽ നിന്ന് കുഞ്ഞിന് ബാഗ്, ബുക്ക്, കൊട, ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും RCA ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. പുള്ളിക്കാരുടെ അഭിനയം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ടല്ലേ? ബാഗും ബുക്കും മേടിച്ച് തന്നതിനും തിരുമേനിയോട് നന്ദി ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അഭിനയത്തിൽ നല്ല മികവ് കാട്ടുന്നുണ്ട്. നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്നാണല്ലോ. ഇപ്പൊ ആനയെ ചുമന്നില്ലേലും 2 പൂച്ചയൊക്കെ ചുമക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ആനയൊക്കെ പുള്ളിക്കാരി ചുമന്നോളും. ഇതിനകത്ത് ഈ പറയുന്ന അച്ഛനാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. ഈ അച്ഛനെ, ഈ ബിഷപ്പിനെ നിങ്ങളൊന്ന് മൈൻഡ് വെച്ചോ. ബിഷപ്പിലേക്ക് നമുക്ക് വരാം. അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ കരണ്ടങ്ങ് പോയി. ഇതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതായത് കൊല്ലസുതി മരണപ്പെട്ട സമയത്ത് കൊല്ലസുതിയെ കൊല്ലത്തടക്കണമെന്ന് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. കൊല്ലസുതി ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇല്ല, ഇവരുടെ നിർബന്ധപ്രകാരമാണ് ഇത് കോട്ടയത്തേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കറണ്ട് വന്നോണ്ട് കേട്ടോ ഒരു ഡിലേ വന്നത്. ആ ഫ്ലോ ആംഗിൾ. ഏതായാലും നമുക്ക് ഈ അച്ഛൻ്റെ ഒരു വാർത്തയുടെ കട്ടിങ് ഒന്ന് കാണാം. ഇതാണ് പുള്ളിക്കാരി വളരെയധികം പ്രശസ്തി ഉയർത്തിക്കൊടുത്ത അച്ഛൻ. സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി. തൊഴിൽ തട്ടിപ്പിന് പിടിയിൽ. ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ ബിഷപ്പ് സന്തോഷ് പി. ഈ ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഷപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ സാധിക്കും. ഇദ്ദേഹം ഒരു തട്ടിപ്പ് വീരനാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുന്നത്. മറുനാടൻ മലയാളിയിൽ ഈ പ്രിയങ്കരനായ ബിഷപ്പിനെ കുറിച്ച് ഒരു ചേട്ടൻ, നാട്ടുകാരനായ നല്ലവനായ ഒരു ചേട്ടൻ വന്ന് പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 14 ലക്ഷം രൂപ തട്ടിയെടുത്താണ്. ആ രൂപ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു. ഒരുപാട് പേരുകൾ പറ്റിച്ചിട്ടുണ്ട്. വേറെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും നേതാക്കന്മാരെ കയ്യിലെടുത്തുമൊക്കെ ഈ അഴിമതി തുടരുകയാണ്. ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ്. ചിലപ്പം ഒരു ബിഷപ്പ് എന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കഴിയും. മിക്കവാറും ഇറക്കം കൂടി രൂപയും വെള്ളി കുരിശുമാലി അടക്കമുള്ള ഒരു വേഷമുണ്ട്. ചെക്ക് പാസ്റ്റർ എന്നൊരു പേര് കാഞ്ഞിരപ്പുറം കോടതി എഴുതിയിട്ടുണ്ട്. ആർക്കും ചെക്ക് ഒരു മടിയില്ല. ഏത് എഗ്രിമെന്റും സ്വന്തം കൈപ്പട എഴുതി ഈ തട്ടിപ്പുകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം. നാളെ നമ്മുടെ പ്രഭുത്വ കേരളത്തിൽ ഇനി പാവപ്പെട്ടവർ ഈ തട്ടിപ്പില്ല.
ബിഷപ്പ് ഒരു വലിയ ഉഡായ്പ ബിഷപ്പാണെന്നുള്ള രീതിയിലാണെന്ന് പറയുന്നത്. ബിഷപ്പിനെ പല സമയങ്ങളിൽ പലതരം വേഷങ്ങൾ ജന്മങ്ങൾ ആ വേഷത്തിൽ കാണാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണുക. അതിനകത്ത് ഈ കൊല്ലം സുധിയെ കൊല്ലത്തിറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് അത് കോട്ടയത്തെ കൊണ്ടുപോയി. അങ്ങനെ ഒരു കോൺട്രവേഴ്സി വേറൊരു തലത്തിലൂടെ നടക്കുന്നു. ഇതൊന്നുമല്ല എൻ്റെ പ്രധാന പ്രശ്നം. ഈ പുള്ളിക്കാരി 1 വീതം 3 നേരം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി രേണു സുധിയുടെ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ പേരിന്റെ പുറകിലുള്ള സുധി എന്ന പേര് ഇപ്പോഴും എടുത്ത് മാറ്റി വെച്ച് രേണു എന്ന ഐഡന്റിറ്റിയിൽ പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് ധൈര്യമില്ല. ഇപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ അതാണടാ ഈ രേണു സുധി എന്ന് തന്നെയാണ് പുള്ളിക്കാരി 1 വീതം 3 നേരം ഗുളിക തിന്നുന്ന പോലെ പാരസെറ്റമോൾ തിന്നുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് സുധിയോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമില്ല. ഇവര് പണ്ട് സ്നേഹത്തിലിരുന്ന സമയത്ത് ഒരുപാട് നല്ല രീതിയിലുള്ള റീലുകളും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി മനഃപൂർവ്വമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കാനായിട്ട് തോന്നിയ ദിവസങ്ങളെല്ലാം വിളിച്ച് പറയുന്നതാണോ എന്നറിയത്തില്ല. അതോ ഇനി ശരിക്കും സ്നേഹമില്ലയോ, പുള്ളി ഈ നെഗറ്റീവിൽ അങ്ങ് മതിമറന്നു പോയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുധി സുധിയെ പോലെ മണ്ണിനടിയിലാണ്. രേണു സുധിയെ പോലെ മണ്ണിലടിയിലാണെന്നോ? ഒപ്പം കൂടെ നിന്ന ആള് അങ്ങനെ ആവട്ടെ, താങ്ക് യു എന്ന്. എത്രയും പെട്ടെന്ന് മണ്ണിലടിയിലാണോ എന്നാണ് കൂടെ നിന്ന് ചേച്ചിയുടെ വരെ താല്പര്യം. ചേച്ചി അങ്ങനെ പറയാൻ പാടില്ല, ഉള്ളിന്ന് വന്നതാ സാധനം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊരു ഉപമയാണ് പറഞ്ഞതെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ മകൻ വളരെ നല്ല രീതിയിലാണ് വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂത്ത മകൻ്റെ കാര്യമായിട്ട് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ തോന്നിയ ദിവസമാണ് പറയുന്നത്? ഒരാളെ അയാള് കേരള ജനത വളരെയധികം ഇഷ്ടപ്പെട്ട് മരിച്ച് മണ്ണിനടിയിൽ പോയൊരു വ്യക്തിയെക്കുറിച്ച് പറയാണ് സുധി മണ്ണിലടിയിലായതുപോലെ ഞാനും മണ്ണിലടിയിലാവണമെന്ന്. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്തൊരു മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇടക്കിടക്ക് വന്ന് ചോദിക്കും, നിനക്ക് അവരെ വെറുതെ വിട്ടുകൂടാ, ജീവിക്കാൻ അനുവദിച്ചൂടേടാ എന്നൊക്കെ ചോദിക്കും. ഇത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഇതാണോ അവർ സംസാരിക്കേണ്ട രീതി? ഇപ്പൊ അവർ പറയും അവരുടെ ഭർത്താവല്ല, അവരെന്തും പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. മരിച്ച ഒരാളെ കുറിച്ച് അവർക്ക് തോന്നുന്നു പറയാൻ പറ്റത്തില്ല. അവർക്കല്ലാതെ ഞാൻ മണ്ണിലടിയിലേക്കാണോ അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകണോ, അതുവരെ ഞാൻ തുടരുമെന്നുള്ള രീതിയിൽ സംസാരിക്കാം. പക്ഷെ ഇവർ പറയുന്നത് സുധി പോയതുപോലെ, സുധി മണ്ണിലടിയിലായതുപോലെ ഞാനും മണ്ണിലടിയിലാണ്. എന്തിനാണ് അവിടെ ഈ സുധിയുടെ പേരെടുത്തിടുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലേ? ആ മനുഷ്യൻ മരിച്ചാലും അങ്ങനെ സമാധാനം കൊടുക്കരുത്. പുള്ളിക്കാരൻ മരിച്ച് മണ്ണിലടിയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ടംപടി ഇറങ്ങി ഓടിയിട്ടുണ്ടാകും നിങ്ങളുടെ ഈ പ്രഹസനം കണ്ടിട്ട്. പുള്ളിക്കാരൻ നിങ്ങളെ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നിങ്ങളെ ചവിട്ടിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് മാത്രമല്ല, പുള്ളിക്കാരി നെഗറ്റീവിന് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി സുധിച്ചേട്ടനോട് ഭയങ്കര സ്നേഹമായിട്ട് നിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനുശേഷം ഇവർ പണ്ട് സ്നേഹമായിട്ടിരുന്ന സമയത്ത് ഒരുപാട് ചക്കര മുത്ത തേന് വാവൂട്ട കുട്ടുട്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെ അറിയാം, പുള്ളിക്കാരി മറ്റൊരു പുരുഷനുമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അടുത്തിടപഴകി കഴിഞ്ഞ് നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് പുള്ളിക്കാരിക്ക് അറിയാവുന്ന സാധനമാണ്. എന്നിട്ടും അത് ഉണ്ടാക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ മീഡിയാസിന് ഓവറായിട്ടുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഈ മീഡിയാസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രജീഷ് എന്ന് പറയും, ഞാൻ ആ പുള്ളിക്കാരൻ നല്ല ഇതാണെന്ന് വിചാരിച്ചു, ബോധമുള്ള ഒരാളാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരനും വന്നു കുറെ നെഗറ്റിവിറ്റി ആ താളത്തിനങ്ങ് തുള്ളുക. നീ കണ്ടോ ദാസേട്ടനുമായിട്ട് ബന്ധപ്പെടാറില്ലെന്നിപ്പോ. ആ ചോദിച്ചവന്റെ കവാല വളയ്ക്ക് ആദ്യം ഒരെണ്ണം കൊടുക്കണം. അവനെ എന്ത് ചോദിക്കേണ്ടെന്ന് അവനും അറിയത്തില്ല. അവന് നെഗറ്റീവ് ഉണ്ടാക്കാൻ തന്നെ ഇവർ നിന്ന് കൊടുക്കുമെന്നറിയാം. ഇവരുടെ റിയാക്ഷൻ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അവന്റെ തോളിലേക്ക് കടന്ന് ചരിയുന്നു. ഈ ചെറുപ്പക്കാരൻ ഓൾറെഡി ഫുഡ് വാരി കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ട്. നിങ്ങൾ സഹോദരനായിരിക്കും, നിങ്ങൾ സഹോദരനായിട്ടായിരിക്കും കാണുന്നത്, സുഹൃത്തായിട്ടായിരിക്കും കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ യാതൊരു ദുഷിച്ച ചിന്തകളും ഇല്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ് ഉള്ളപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തണ്ടേ? ചോദ്യത്തെ വളച്ചൊടിച്ച് നീ ചോദിച്ച ചോദ്യം വളരെ മികച്ച ചോദ്യമാണല്ലോ ചോദിച്ചത്. ഇവർ ശരിക്കും നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ, പക്ഷെ ഒരു മര്യാദയൊക്കെ ചെയ്യുക. ഈ കൊല്ലസുധി എന്ന് പറയുന്ന കലാകാരനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. ഈ മരിച്ച് 2 വർഷത്തിന് ശേഷവും ഈ കലാകാരൻ്റെ പേര് വലിച്ചെഴച്ച് നശിപ്പിച്ച് ആ ഒരാളുടെ ക്രെഡിബിലിറ്റി മൊത്തം നശിപ്പിക്കാനായിട്ട് പല ആളുകളും മുൻതിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാമാനങ്ങൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളോടുള്ള കലിപ്പിനാണ് ആ മരിച്ചുപോയ വ്യക്തിൻ്റെ ക്രെഡിബിലിറ്റി ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കുക, നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുക. പക്ഷേ ഈ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ കൊല്ലസുതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളുടെ പേര് നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾ നെഗറ്റീവ് കാണിക്കുക, നിങ്ങൾ തലയും കുത്തി നിൽക്കുമോ, നിങ്ങൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കൂടെ പോവോ, എന്താണെന്ന് വെച്ചാൽ കാണിക്കും. അയാളുടെ പേര് നശിപ്പിക്കാതിരിക്കുക. ആദ്യം തുടക്കത്തിൽ നമ്മളൊരു ഉപദേശത്തിൽ കാണിച്ചു തന്ന പോലെ ഒരാളോട് പെരുമാറുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുക. നിങ്ങൾ അവർക്ക് എന്ത് ഫ്രീഡം കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ റീച്ച് തീരും എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഈ വിഷയം കണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് കോക്കാമ്പിച്ചും ചെയ്യാതിരിക്കുക. ഏതോ ഒരു ബിഷപ്പ് അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തോ പ്രൊമോഷൻ പരിപാടി ചെയ്താൽ ഒരു ബുക്കും ബാഗും മേടിക്കാനുള്ള പൈസ ഇവരുടെ ഇല്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ സഹായിക്കാൻ ഒരുപാട് പേര് രംഗത്ത് വരികയും ചെയ്യും. ചുമ്മാ സ്ഥിരം ടാക്ടിക്സ് തന്നെ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ.